പണ്ട് കാലത്തെല്ലാം ഇടുന്നിട്ട് നമ്മളെ കണ്ടത്തിന് തന്നെ നെല്ല് പൂങ്ങിയിട്ട് കുത്തിയിട്ടാക്കല്ലോ. എന്നിട്ട് നിങ്ങൾ അരിച്ചക്കരാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലേ? ഏട്ടി നമുക്ക് അരിച്ചക്കരാക്കാൻ തുടങ്ങാം. നിങ്ങൾ പറഞ്ഞു തന്നാ മതി. എല്ലാം പറഞ്ഞുതരാം. ചെറുത്തേക്ക് ഇടല് ടീമെന്ന് വാങ്ങിയിട്ട് ഈ കൊട്ടയില് നിങ്ങൾക്കെല്ലാം തോന്നുന്നു 4 ദിവസമായാലും എവിടെ കാണാതെ എവിടെ പോയിന്ന്. ഞാൻ തിരുവനന്തപുരത്ത് സമ്മാനം മണിക്കാൻ പോയി. അങ്ങനെ ഇന്നലെ എത്തിയിട്ടാകുമ്പോൾ ഇന്ന് എനിക്ക് തോന്നി ആർക്കും അറിയാതെ ഒരു അരിച്ചക്കര ഉണ്ടാക്കാറിഞ്ഞിട്ട് ഞാൻ അരിച്ചക്കരയുടെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഏട്ടീരെ വീട്ടിൽ വന്നിട്ട് ഏട്ടീനെ കൊണ്ട് ഇപ്പോൾ ചോദിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ആക്കുന്നത്. ഞങ്ങൾക്കിത് പാരമ്പര്യമായിട്ട് ആക്കേണ്ടത്. പണ്ട് കാലത്തെല്ലാം മംഗലത്തിനെല്ലാം ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഈ അരിച്ചക്കരയും കൊണ്ട് പോകും. പെണ്ണും ചക്കനും വരുമ്പോൾ ഞങ്ങൾ കാണിക്ക വെക്കൽ ഈ അരിച്ചക്കര. അതിപ്പോൾ എവിടെ ഇല്ല, ആർക്കും അറിയുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഏട്ടീനെ കൊണ്ട് പഠിക്കുന്നത്. ഇതെൻ്റെ ഏട്ടീനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ അമ്മേരെ ഏട്ടീരെ മോള്. അങ്ങനെ ഏട്ടിക്ക് ഈ ചക്കരക്കെല്ലാം നല്ല പാചക കയറ്റി. അങ്ങനെ ഞാൻ ഏട്ടീനെ എടുക്കാൻ വന്നിട്ട് ഇന്ന് ഏട്ടീനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പണ്ട് എപ്പോഴും ചക്കര ഉണ്ടാക്കുക പോകും ഏട്ടി പോവും. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കല്. പണ്ട് കാലത്തെല്ലാം ഇടുന്നിട്ട് നമ്മളെ കണ്ടത്തിന് തന്നെ നെല്ല് പൂങ്ങിയിട്ട് കുത്തിയിട്ടാക്കല്ലോ. എന്നിട്ട് നിങ്ങൾ അരിച്ചക്കരാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലേ? ഇപ്പൊ ആർക്കും അറിയുന്നില്ല. അമ്മമാരെല്ലാം പോയി. ഇപ്പൊ അമ്മേരെ മക്കൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കിത് വേണം. അങ്ങനെ ഞാൻ ഏട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ഇന്ന് അരിച്ചക്കരാക്കിയിട്ട് ഞാൻ കാണിക്കുന്ന ഏട്ടി എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എൻ്റെ തലമുറ പോലെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. എനിക്കെല്ലാം പറഞ്ഞു തന്നെ ഞാൻ ഇന്ന് അപ്പിക്കെല്ലാം കാണിച്ചു കൊടുക്കാം. ഏട്ടിക്ക് ആര് പറഞ്ഞു തന്നേട്ടി? ഏട്ടിക്ക് എൻ്റെ അമ്മ പറഞ്ഞു. കണ്ടത് കണ്ടിട്ട് പഠിച്ചതല്ലേ? എനിക്ക് ഇന്നെല്ലാം പറഞ്ഞു തരുന്നത്. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അരിച്ചക്കരാക്കേണ്ട ഇതുണ്ട്. ഏട്ടി നമുക്ക് അരിച്ചക്കരാക്കാൻ തുടങ്ങാം. നിങ്ങൾ പറഞ്ഞു തന്നാ മതി. എല്ലാം പറഞ്ഞുതരാം. ഞാൻ അതേപോലെ ആക്കിക്കോളാം. അതിന് വരുന്ന ചേരുവയെല്ലാം കാണിച്ചു തരാം. അരിച്ചക്കരക്ക് വേണുന്നതെല്ലാം എൻ്റെ അനിയത്തിരി കൈമ കൊടുത്തിട്ടുണ്ട്. താമ്പളക്ക് ഈ വേണുന്ന സാധനം എല്ലാം ഇവിടെയുണ്ട്. അരി ഇത് വെല്ലം, ഇത് ജീരകം, ഇത് ഉപ്പ്. 1 കിലോ കുത്തിയ അരി, നല്ല അരി എടുക്കണം. 1 കിലോ വെല്ലം, ഇത്ര ജീരകം, ഇത്ര എള്ള്, ഇത്ര ഉപ്പ്. ഇത് പാങ്ങിൽ വറക്കണം. ഇനി ഓട് പാങ്ങിൽ ചൂടായി. പിന്നെ അരി കുറേശ്ശെ ഇട്ടിട്ട് വറക്കണം. ഓട്ടിൽ വറുത്താലേ അരി പാങ്ങിൽ ഇതാവും. അല്ലെങ്കിൽ വലിയ പാങ്ങൊന്നും ഉണ്ടായില്ല. അലുമിനിയിലാകുമ്പോ പകുതി കരിയും പകുതി പൊരിയില്ല. ഇതെല്ലാം ഒരേപോലെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഓട്ടിൽ തന്നെ വറുക്കല എപ്പോഴും. അരി വറുത്ത് കഴിഞ്ഞു. ഇപ്പൊ ജീരകം വറുക്കുന്നേ. ഇനി എള്ളു വറുക്കണം. ജീരകം വറുത്ത് കഴിഞ്ഞു. ഇത് എള്ളു വറുക്കുന്നേ. അരിയെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ചേറ് കൊട്ടി. എന്നിട്ട് അതിന്റെ പൊടിയെല്ലാം എടുക്കാലോ നമുക്ക്. ഇതിന്റെ പൊടിയെല്ലാം ഇരുത്ത കിട്ടും കൊട്ടി. ഇത് വറുത്തരി. ഇതിന്റെ പൊടിയെല്ലാം എടുത്തു വെച്ചു. ഇത് നല്ല അരി മാത്രം. ഏട്ടി വെള്ളം പൊളിക്കുന്നുണ്ട്. ഇതിനെ കുറുക്കിയിട്ട് നല്ല പാങ്ങിൽ ഇളക്കണം. കുറുക്കുമ്പോ ഏട്ടിയിൽ വെള്ളം കൂട്ടിയിട്ട് തീമാക്കേണ്ടതല്ലേ? ഇനി വെള്ളം കൂട്ടി വെള്ളം കൂട്ടി തീമാക്കി ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂട്ടിന്. അതിന് പാങ്ങിൽ ഇളക്കിയിട്ട് ഇതിനെ കുറുക്കണം. വെള്ളം പാങ്ങില് കുറുന്നുണ്ട്. ഇനും കുറച്ച് ഇളക്കണം. എന്നാ പാങ്ങില് കുറും.
അത് കഴിഞ്ഞിട്ട് പാങ്ങിൽ അയച്ചിട്ട് എടുക്കല്. അച്ചക്കറിക്ക് വേണ്ടത് തന്നെ ഓല. അതിന് പാങ്ങിൽ 3 ഓലേനെ ഞാൻ കൈയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവന്ന് 2 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കണം. വെയിലത്ത് വെച്ച ഓല ഇത് മുറിച്ച് എടുക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇത് പച്ചോല വെയിലിന് വെച്ചിട്ട് ഇത് ബാടും പൊടിച്ചിട്ട് ഇങ്ങനെ അരിയണം. ഞാൻ സെപ്പെടുത്തിട്ട് എടുത്തിട്ട് ഓല എടുത്തിട്ട് അതിൻ്റെ ഈർക്കില് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വളച്ചിട്ട് കുത്തണം. ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇനി കുത്തണം. ഇനി ഇതിനെ മുറിക്കണം. മുറിച്ചെടുത്തിട്ട് ഇനി നല്ല വൃത്തിയാക്കിയിട്ട് ഇനി കുത്തണം. വെള്ളം പാങ്ങില് കുറി ഇതിലത്തേക്ക് ഇടുവട്ടി അരിയിടുന്നേ. ആ ഇനി തേങ്ങാപ്പൂൾ ഇടണം. ഇനി എള്ളിടുന്നു, ജീരകം ഇടുന്നതിന് നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പറ്റി പോകും. ചെറ്റ കയ്യിലോടെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ നേരായില്ല. നല്ല കൊട്ടാക്കി വെച്ചേക്ക് ഇന ഇടല്. നേരത്തമ്മ എടുക്കുമ്പോ മാറ്റി വെച്ചതിന് ഈ അരിയും തേങ്ങയും എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നത്. അതിനടുത്ത് ഈ ജീരകം കുറച്ചിടുന്നത് ഇത് വെറുതെ. തീമെന്ന് വാങ്ങിയിട്ട് ഈ കൊട്ടയിൽ ഇടുന്നത്. ഇതിനെ കോരി വയ്ക്കോട്ടെ എടുത്ത് അങ്ങനെ ഒഴിക്കുന്നത്. ഇങ്ങനല്ലേ ഒരു ചക്കരക്ക് പോരേണ്ടത്. ഇങ്ങനെ പറഞ്ഞത് ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. അത് ഉണങ്ങുമ്പോ എടുക്കല്.
ഏട്ടി പറഞ്ഞൊന്നും ഞാൻ അരിച്ചക്കര ആക്കി. നല്ല പാങ്ങായി അരിച്ചക്കര. എനിക്ക് ഒറ്റക്ക് അറിയാഞ്ഞിട്ട് ഏട്ടി പറഞ്ഞെന്നാണ് ആക്കി തന്നത്. നേരത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല. ഞാനൊരു മംഗലത്തിന് പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോ കുറച്ച് വൈകി പോയി. ഞാൻ വരുമ്പോഴേക്ക് ചക്കര ആക്കി വെച്ചിന്. ഞങ്ങളമ്മ പണ്ടേ അരിച്ചക്കര ഉണ്ടാക്കും. അപ്പൊ എന്റെ അനിയത്തി സാമള ചെറിയത്, ഞങ്ങൾ എല്ലാരും അരിച്ചക്കര ഉണ്ടാക്കും. അപ്പൊ ഒരു ചെറുതായതുകൊണ്ട് പഠിച്ചിട്ടാ. ഇപ്പൊ ഓക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ നല്ല അരിച്ചക്കര ആയിന്. ഞങ്ങൾ ഏട്ടി ഒരു പാചക കയറ്റി പണ്ടേത്തെ ഇതെല്ലാം ഉണ്ടാക്കും. അപ്പൊ ഞങ്ങളെല്ലാം കുറച്ച് ചെറുത്. ഏട്ടി ഇപ്പൊ നല്ല ഭക്ഷണം ഉണ്ടാക്കി. അരിച്ചക്കര നല്ല അരിച്ചക്കര ആയി. ഞങ്ങൾക്ക് മറന്നുപോയി. ഏട്ടി പിന്നെയും പറഞ്ഞു തന്നു. ഇപ്പൊ നല്ല ഞങ്ങൾ പഠിച്ചു. അരിച്ചക്കര ആക്കിയൊന്നും പാങ്ങുണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പാങ്ങുണ്ടോക്കിയെങ്കിലേ പാങ്ങുണ്ടാവും. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പാങ്ങുണ്ടോക്കുന്നത്. ഏട്ടി വന്നുകൊണ്ട് നല്ല ചക്കര ആക്കി തന്നു. അപ്പൊ ഞങ്ങൾക്ക് പണ്ടത്തെ കാര്യം ഓർമ്മ വന്നു. പണ്ട് ഞങ്ങൾക്ക് വൈകിട്ട് ചായ എല്ലാം കുടിക്കുമ്പോ ഇങ്ങനെ പറമ്പിലെല്ലാം പോയി പണിയെടുത്തിട്ട് വന്നിട്ടാകുമ്പോ ഇങ്ങനത്തെ ചായ ഇതെല്ലാം ആക്കി തരും ഞങ്ങളമ്മ. ഇപ്പൊ ഏട്ടി ആക്കി തന്നു. നല്ല ചക്കരായി. ഇന്നത്തെ അരിച്ചക്കരയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.